ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഇത് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് കേട്ടോ. എന്താണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. തമ്മിൽ കണ്ടപ്പോ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലേന്റെ അയ്യപ്പാല കേരതൈലം. എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും ഈ ഡാൻഡ്രഫ്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഡാൻഡ്രഫും കൊണ്ടിട്ട്. ഞാൻ ഈ എണ്ണ ഉപയോഗിച്ചത് ഡാൻഡ്രഫ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം എനിക്ക് പേഴ്സണലി എന്ത് മാറ്റാണ് എനിക്ക് തോന്നിയത്, എത്ര ദിവസം എടുത്തു എന്നെ ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. ആൾക്കാരിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ബെറ്റർ ആയിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നെങ്കിൽ നല്ലത്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ ചെയ്താൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി കുറേ നാളായിട്ട് ഈ ഡാൻഡ്രഫിന്റെ പ്രശ്നം നല്ല രീതിക്ക് ഉണ്ടായിരുന്നേ. നമ്മളിങ്ങനെ ഈ വകച്ചിലൊക്കെ എടുക്കില്ലേ, അന്നേരം ഇവിടെ ഈ സൈഡിൽ ഒക്കെ ആയിട്ട് നന്നായിട്ട് കാണാൻ വിസിബിൾ ആയിരുന്നു ഈ ഡാൻഡ്രഫ്. ഇപ്പൊ ഞാനൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ കറക്റ്റ് വിസിബിൾ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഭയങ്കര ഇച്ചിങ് ഉണ്ടായിരുന്നു, ഫ്ലേക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ അത്. ഒരുപാട് പേര് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയാ, നമ്മൾ തല വാഷ് ചെയ്യില്ലേ, ഞാനിപ്പോ ഇവിടുത്തെ വെള്ളം പറ്റാത്തതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം വെച്ചിട്ടാണ് തല കഴുകാറുള്ളത്. അപ്പൊ അത് പ്രാക്ടിക്കലി ദിവസം നമുക്കത് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് തല കഴുകാറുള്ളത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ടിട്ട് തല കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ തല കഴുകി വരുമ്പോഴത്തേക്കും എന്താ പറയാ, ഓക്കെ ആയിരിക്കും, സെറ്റിൽ ആയിട്ടുണ്ടാവും. പക്ഷെ തല കഴുകി 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തല കഴുകത്തില്ലല്ലോ, അന്നേരത്തേക്കും ഇതിങ്ങനെ പൊന്തി വരാൻ തുടങ്ങി കേട്ടോ. ഇതെന്റെ പേഴ്സണായിട്ടുള്ള എൻ്റെ പല കാര്യങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡാൻഡ്രഫ് ആയിട്ട് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് വരെ പോയി. ഡോക്ടർ എനിക്കൊരു ഷാമ്പു തന്നു. പക്ഷെ അതെനിക്ക് വർക്ക് ആയില്ല. കാരണം അത് തേക്കുമ്പോൾ നമുക്ക് കുറയുന്നുണ്ട്, പക്ഷെ പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് അസുഖം മുതൽ നമ്മൾ ഓടിപ്പോയി നോക്കുന്നത് യൂട്യൂബിലോ അല്ലെങ്കിൽ ChatGPT ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബ് സഹായം തേടി. യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ കുറേ റിവ്യൂസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ അയ്യപ്പാല കേരതൈലം ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാരണം ഇതിന്റെ കളറായിരുന്നു കേട്ടോ. ഒരു റെഡ് കളറിലാണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും എല്ലാം പരീക്ഷിച്ച് നോക്കുന്നു, ഇതും കൂടെ അങ്ങ് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ കോട്ടയ്ക്കലിന്റെ ഷോപ്പ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് അമ്മ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് അമ്മ വന്നപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ മേടിപ്പിച്ചു കിട്ടു ഈ പല കേരതൈലം. പിന്നെ ആകെ ഒരു ആശ്വാസത്തിൽ ആയുർവേദിക് ഓയിൽ ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഹെയർ ഓയിൽ. ഇത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പ്രൊഡക്റ്റ് ആണ്. ട്രഡീഷണലി സ്കാൽപ് റിലേറ്റഡ് ഇഷ്യൂസിനും ഹെയർ ഹെൽത്തിനും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. പാക്കേജിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ ഓയിൽ കൺസിസ്റ്റൻസി എന്നൊരു മീഡിയം തിക്കാണ്. സ്ട്രോങ് ഹെർബൽ സ്മെല്ലുണ്ട്. എല്ലാവർക്കും ഒന്നും ഇഷ്ടമാണെന്നില്ല. പിന്നെ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉള്ള സമയത്തിലാട്ടോ യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ഡെയിലി തല കഴുകി, അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും തല കഴുകി കുളിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുന്നേ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചു. ഞാൻ കണ്ട പല റിവ്യൂസിലും പറയുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വരെ ചെയ്യണമെന്നായിരുന്നേ. പിന്നെ എനിക്ക് അതിനുള്ള മടി കാരണം ഞാൻ ഡയറക്റ്റ് ആയിട്ട് എവിടെയാണോ എനിക്ക് ഇതിന്റെ പ്രശ്നമുള്ളത് കൂടുതലായിട്ടുള്ളത് ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതലായിട്ട് തേച്ചു. മുടിയിലും ബാക്കി കയ്യിൽ വന്ന സാധനങ്ങളും മുടിയിലും തേച്ചു കേട്ടോ. അങ്ങനെ ഞാനിതൊരു ഒരാഴ്ചയിൽ ഞാൻ തേച്ചു. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്ന് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടണം നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ കേസാണ് പറയുന്നത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആദ്യം 2-3 റൗണ്ടൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 2-3 ദിവസമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു 2 ആഴ്ചയൊക്കെ ശേഷം നല്ല വ്യത്യാസം വന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒഴിക്കും, ചിലപ്പോൾ ട്വൈസ് ഇൻ എ വീക്ക് ആയിരിക്കും തലയിൽ തന്നെ വയ്ക്കുന്നത്. ഡിപ്പെൻസ്, എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ താരനുണ്ട്,
എടാ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് അത്രയും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു. അതിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ സ്കാൽപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മറ്റത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പൊടിഞ്ഞു വരുമായിരുന്നു താരൻ. പക്ഷെ ഇപ്പൊ അതില്ല. അത് ഭയങ്കര ചേഞ്ച് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഡയറ്റ്, വെതർ, നമ്മുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ ഇതൊക്കെ അനുസരിച്ച് ഇത് പിന്നെയും വരാം. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ എണ്ണ തേച്ചുകൊണ്ട് വളരെ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇച്ചിങ് കുറഞ്ഞു, പിന്നെ എൻ്റെ ഡാൻഡ്രഫ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഈ അയപ്പാല കേരതൈലം. സിവിയർ സ്കാൽപ്പ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വൂൺസ് ഒക്കെ ഉള്ളവര് ഇത് യൂസ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നവരൊക്കെ, ഹെയർ റിലേറ്റഡ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നവരൊക്കെ എന്താ പറയുക, ഇതൊക്കെ കറക്റ്റ് ആൾക്കാരെ കണ്ടിട്ട് മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഹെയറിൽ ഭയങ്കര സ്കാൽപ്പിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തേക്കരുത്. കറക്റ്റ് ഒരാളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം തേക്കുക. എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് കേട്ടോ. പക്ഷെ ആ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായില്ല, എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഓയിൽ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും നമ്മളായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.